ചേട്ടനോട് പോയി പറയാം. സ്കൂള് തുറക്കാനായല്ലോ, നീ പുതിയ ബുക്കൊക്കെ വാങ്ങണം. ഈ ബുക്കൊക്കെ ചീത്തയായി. ആ ശരിയല്ലേ, നിനക്ക് സ്കൂൾ തുറക്കാനായി. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ. ഒരാഴ്ചയും കൂടി ഉള്ളൂ. പുതിയ ബാഗും ബുക്കൊക്കെ വാങ്ങണം. എന്തിനാ പുതിയ ബാഗ് വാങ്ങുന്നേ? നിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെ നല്ല ബാഗാണല്ലോ. ഇതൊന്നും ആയിട്ടില്ല. ആ പിന്നെ ഞാനത് കൊണ്ടുപോവില്ല. ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞ് പുതിയ ബാഗ് വാങ്ങാം. എന്തിനാടാ വെറുതെ പുതിയ ബാഗൊക്കെ വാങ്ങി പൈസ കളയുന്നേ? ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ചേട്ടന്റെ പഴയ ബാഗാ കൊണ്ടുപോയിന്നെ. ആണോ ചേട്ടാ? അതെ, അവള് 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്തോ എത്തിയപ്പോഴാണ് എന്റെ ബാഗ് കൊണ്ടുപോകാൻ തുടങ്ങി. ആ ബാഗ് ചീത്തയായി പോയി. ആ ബാഗ് ചീത്തയായില്ലെങ്കിൽ എനിക്കും കൊണ്ടുപോകാനല്ലേ? അതെ. അല്ലടാ, ഇവിടെ ഒരു ചെറിയ കുരുട്ടുണ്ടായിരുന്നില്ലേ, അതവിടെ പോയി. അടുക്കളയിലോ? അതെ, അടുക്കളയില് അമ്മേടെ കൂടെയാ. അപ്പൊ ഉച്ചക്ക് പട്ടിണിയല്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്താ? അതിന് അമ്മ ഒരു ചെമ്പ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് നേരെ മൂലയിൽ ഇരുന്നോളും. അവളല്ലേ നല്ല ആളാ, അവക്ക് എത്ര തിന്നാലും മതിയാവൂല. നീ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ലടി മീരെ, ഇനി നിന്റെ പ്ലാൻ എന്താ? പഠിക്കാനൊന്നും പോകുന്നില്ലേ? പോണം. ഞാൻ എന്തായാലും എഞ്ചിനീയറിംഗിന് പോവാന്നാ വിചാരിക്കണേ. ഇപ്പൊ ഫീസ് അടക്കണ്ടേ? എന്റെ അച്ഛനോട് ചോദിക്കണം, അച്ഛൻ വരട്ടെ. എഞ്ചിനീയറിംഗിനോ? അതിനൊക്കെ എത്ര ഫീസ് വരുന്നോ? എല്ലാ ഐഡിയ ഉണ്ട് നിനക്ക്? 1 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നാ ഞാൻ കേട്ടെ. 1 ലക്ഷം? 1 ലക്ഷം. 1 ലക്ഷം ഉറുപ്പിന്റെ എത്ര ബിരിയാണി വാങ്ങി തിന്നാം? എന്താടാ നിനക്ക് ആ മിട്ടുമോളെ ബാധ കയറിയ? അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? അല്ല, നീ ബിരിയാണി എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ. അതൊരു ഉദാഹരണം പറഞ്ഞതാ. അല്ല ചേട്ടാ, ചേട്ടന് ഇനി എന്താ പ്ലാൻ? ചേട്ടൻ പഠിപ്പൊക്കെ നിർത്തി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും, അതാ ഇനി പ്ലാൻ അല്ലേ ചേട്ടാ? ഒന്ന് പോടെ ചെക്ക, ഞാൻ പഠിപ്പൊന്നും നിർത്തിയിട്ടില്ല. 2 മാസം ലീവല്ലേ, 2 മാസം കഴിഞ്ഞാ പോവാ. 2 മാസം എന്ന് പറയുമ്പോ അടുത്ത മാസം കൂടി ഇല്ലല്ലോ. ശരിയാണല്ലോ, ഈ മാസം കഴിയാനായില്ലേ? അടുത്ത മാസം ലാസ്റ്റിലേക്ക് പോണം. ഒരു 28, 29 തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ പോവും. എന്തിനാ ചേട്ടാ അത്രയ്ക്ക് ലേറ്റ് ആക്കുന്നേ? നാളെ തന്നെ പോയിക്കോണേ, ഞങ്ങൾക്ക് ഇച്ചിരി സമാധാനം ഉണ്ടാവും. സത്യം. പോടാ പോടാ. ചേട്ടൻ വന്നോ? എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. എന്ത് പറ്റി ചേട്ടാ, മോക്കൊക്കെ വാടിയിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. എന്ത് പറ്റി? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി. അടുക്കളയിൽ സാധനമൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്തെങ്കിലും വാങ്ങിയാലേ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. അച്ഛൻ വന്നോ? അച്ഛൻ എനിക്ക് കുറേ കാര്യം പറയാനുണ്ട്. പറ. അച്ഛൻ സ്കൂൾ തുറക്കല്ലേ, എനിക്ക് ബുക്കും ബാഗും ബോട്ടിലൊക്കെ വാങ്ങി തരണേ. വാങ്ങ. മാറിക്കിനി ഞാൻ പറയട്ടെ. അച്ഛൻ എന്റെ ഫീസ് അടയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. എത്രയാ? 1 ലക്ഷത്തിന് അടുത്ത് വരുന്നാ പറഞ്ഞേ. 1 ലക്ഷോ? എന്താ മീരത്? ആ കോളേജിൽ എന്താ സ്വർണ്ണം കൊണ്ട് പഠിപ്പിക്കുന്നേ? ഒന്നും എനിക്കറിയില്ല. അവര് ഫീസ് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. അടയ്ക്കണം എന്തായാലും. അല്ല അച്ഛാ, അച്ഛനെന്തു പറ്റി? മുഖമൊക്കെ വാടിയിരിക്കണേ. ഒന്നുമില്ലടാ മോനെ. ഒന്നുമില്ല എന്നല്ല, ഞാൻ അച്ഛനൊന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയല്ലോ. പറ. പറയാനൊന്നുമില്ല, അടുത്ത മാസം സാലറി കിട്ടൂലെന്നാ പറയുന്നേ. ഇനി എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നേ. അറിയില്ല, ഈ പ്രാവശ്യത്തെ ബിസിനസ് ഒക്കെ ഭയങ്കര ഡൗണാ. സാലറി ഉണ്ടാവൂലെന്നാ അവര് പറഞ്ഞേ. എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല. ഒന്നുമില്ല മോളെ. അതെ മോളെ.
എന്നാ ഹലോ പപ്പ. നിട്ടു സുഖാണോ മോളെ? ആ പപ്പ, മിറ്റുമോക്ക് സുഖാ? ഞാനൊരു ആവശ്യത്തിനായി ഇപ്പൊ വിളിച്ചേ. എന്തു പറ്റി മോളെ? എന്തേ പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേ പപ്പ അങ്ങോട്ട് വരണോ? പപ്പ വരുമൊന്നും വേണ്ട. പപ്പ എനിക്ക് കുറച്ച് പൈസ അയച്ചു തരുമോ? എന്തിനാ മോളെ ഇപ്പം നിനക്ക് പൈസ? ഒരു ആവശ്യമുണ്ട് പപ്പ. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തരാം. തരാം. എത്ര വേണം? എത്രയെന്ന് ചോദിച്ചോ? കുറേ പൈസ വേണം. അല്ല മോളെ, പൈസ എങ്ങോട്ട് ഇടണ്ടേ? പൈസ പപ്പ അങ്കിളിന് കൊടുത്താ മതി. ഏത് അങ്കിളിനെ? ഞാൻ അങ്കിൾക്ക് ഫോൺ കൊടുക്കാം. അങ്കിള് ഇതാ. വേണ്ട മോളെ. അങ്കിള് വാങ്ങ്, മിറ്റുമോള് തരുന്നതല്ലേ. ഇത് ഫോൺ. ഇതിൽ പപ്പ സംസാരിക്കുന്നുണ്ട്. ഹലോ. ആ പറയടാ ബിജു. ആ എടാ, നിന്റെ അക്കൗണ്ടിലേക്കാണോ പൈസ ഇടണ്ടേ? പൈസ ഒന്നും വേണ്ടടാ, കുഴപ്പമില്ല. മോളെന്തൊക്കെയോ പറഞ്ഞതാ. പപ്പ പൈസ വേണം. ഈ അങ്കിള് വെറുതെ പറയാ. പപ്പ എന്തായാലും പൈസ ഈ അങ്കിളിന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. നിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് എന്തോ ഇടറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ കുറച്ച് പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം. അത് വേണ്ടടാ. അതൊന്നും കുഴപ്പമില്ലടാ. മിട്ടുമോൾ ആദ്യമായിട്ട് അങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുന്നേ. അപ്പൊ പിന്നെ ഞാനിത് എന്തായാലും ഇട്ട് തരാം. ശരി, താങ്ക്സ് ലാ. അതൊന്നും കുഴപ്പമില്ല. പപ്പ, മിറ്റുമോളാ. പറ മോളെ. പപ്പ വീട്ടിലാണോ? അല്ല, ഓഫീസിലാ. ശരി. താങ്ക് യു ട്ടോ. ലവ് യു. ലവ് യു ടു. ബൈ. ബൈ പപ്പ. ഇനി എന്തിനാ അങ്കിള് സങ്കടപ്പെട്ടിരിക്കുന്നെ? ചിരിക്ക്. ചിരിച്ച് പോരെ. നിങ്ങൾ എല്ലാവരും ചിരിക്ക്. എന്നാലേ മിറ്റുമോക്ക് സന്തോഷാവുള്ളൂ. ചിരിച്ച് പോരെ. ഇങ്ങനെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം എപ്പോഴും. മിറ്റുമോക്ക് അത് കാണാനാ ഇഷ്ടം. താങ്ക് യു മിറ്റു. എന്തിനാ ചേട്ടാ താങ്ക് യു ഒക്കെ? നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ? നിങ്ങൾ എല്ലാവരും എന്റെ ചേച്ചിയും ചേട്ടനും അങ്കിളും ഒക്കെയാ. അല്ലേ അങ്കിളെ? അതെ അതെ. വാ, ഇനി എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വിശക്കുന്നു. കഴിക്കാം. അല്ല, അതിന് നീ കുറച്ചു നേരത്തെ അല്ലേ കഴിച്ചേ? ഞാൻ